നമ്മുടെ എല്ലാവരുടെയും വീടിന് മുകളിൽ ഇങ്ങനെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ അവസ്ഥ ഇതേ അവസ്ഥയായിരിക്കും. എന്താ ഇതുപോലെ നാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി വേറെ ഒത്തിരി പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇരിക്കുന്ന വാട്ടർ ഹീറ്ററിനെ നേരെ ഒരു തുണി എടുക്കുക, സോപ്പും ഒന്നും വേണ്ട കേട്ടോ, നല്ല രീതിയിൽ നല്ലൊരു കോട്ടൺ തുണി എടുക്കുക, നല്ല രീതിയിൽ അങ്ങോട്ട് തേച്ച് വരച്ച് അങ്ങോട്ട് കഴുകുക. പിന്നെ തേച്ച് വരച്ച് കഴിയുമ്പോൾ ആവേശം കൂടി പോയിട്ട് എന്നിട്ട് അമക്കോ ചമക്കോ ഒന്നും ചെയ്യരുത്. കാരണം ഞാൻ ഗ്ലാസ്സാണ് പൊട്ടിത്തവിടൂടെ ആയിപ്പോവും. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് തരുന്ന ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഒറ്റ മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് വെടുപ്പാക്കി എടുക്കാൻ പറ്റും. ഇത് മേളിൽ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ താഴെ ഇതുപോലെ തന്നെ പൂപ്പലും പായലൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ മെനക്കെട്ട് അങ്ങോട്ട് ചെയ്യുക. ഒരു ശകലം നേരം മെനക്കെട്ടാൽ മതി. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇത് തന്നെയായിരുന്നു. കുറേ ദിവസമായിട്ട് ഈ സാധനം മേടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഇല്ല, വെറുതെ വെള്ളം തിളപ്പിക്കൽ. അപ്പോൾ പിന്നെ ഇതിന് വേറെ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. നല്ല മഴയൊക്കെ ആണെങ്കിൽ ഇതിനുള്ളിൽ വയ്ക്കാനുള്ള കോയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം വെച്ച് പിടിപ്പിക്കണം നമുക്ക് ആഗ്രഹമുണ്ടോ, നേരെ നമ്പറിൽ വിളിച്ചോ, നമുക്ക് നേരെ പടയ്ക്കാം. ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ, എൻ്റെ പുറകെ കാണാൻ മല കാണില്ലേ, അതാണ് കേട്ടോ നമ്മുടെ കോട്ടപ്പാറ മല. അപ്പോൾ ഞാൻ നിങ്ങൾ കോട്ടപ്പാറയൊക്കെ മല കാണിച്ചുകൊണ്ട് ഇതാണ്ട നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ ഇങ്ങനെ തന്നെ പിന്നെ തേച്ച് ഇങ്ങനെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ സോളാർ പാനൽ പിടിപ്പിച്ചാലും നമ്മുടെ വീട്ടിൽ കറണ്ടില്ല, കറണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊന്ന് പോയി അതിൻ്റെ മണ്ടയ്ക്കൊന്ന് കയറി കുറച്ച് പൂപ്പലും പായലൊക്കെ ഒന്ന് തൂത്തളഞ്ഞേക്കുന്നേ ഇരിക്കല്ലേ, ഒന്ന് ശരീരമൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. അപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചായിരുന്നു വീട്ടിൽ നിന്ന് മഞ്ഞ് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ. അപ്പോൾ എൻ്റെ പുറകെ കാണുന്ന മഞ്ഞൊക്കെയാണ് കേട്ടോ, നമ്മുടെ കൊട്ടപ്പാറയിലെ മഞ്ഞ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന മഞ്ഞ് മേഘങ്ങൾ ഇതുപോലെയൊക്കെ വലുതായിട്ട് വരുമ്പോഴാണ്. എന്തായാലും തേച്ച് കഴിവ് ഒരു പരിവായി. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തോട്ടെ. പിന്നെ നമ്മുടെ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ നമ്മുടെ പേജിലുണ്ട്. പിന്നെ മേളിലത്തെ പണി കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് വരാം. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി അവന് അമക്ക് ഞെക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കോൺസെൻട്രേഷൻ മാറി പോവുകയും ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു താഴത്തെ ഭാഗത്തുനിന്ന് നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ ട്യൂബ് അപ്പം തന്നെ ക്രാക്കായി പൊട്ടിപ്പോവും, പിന്നെ അതുകൊണ്ട് ഒരു യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പുതിയൊരു കണ്ടുപിടിച്ചാണ് അത് ഇങ്ങനെ തുണി ചുട്ടിപ്പിടിച്ചിങ്ങനെ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. നല്ല കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യം ക്ലീൻ ചെയ്ത് ഈ തുണി തന്നെ കൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല, ഇച്ചിരി മെനക്കെട്ടു, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നല്ല ചൂടുവെള്ളത്തിലും കുടിച്ചപ്പോഴത്തേക്കും ആ ഒരു ക്ഷീണവും വിഷമവും സങ്കടമൊക്കെ മാറി. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഒരു എക്സ്പീരിയൻസ്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ക്ലീൻ ചെയ്യാറുണ്ട്. ഞാനൊരു 2-3 ദിവസം കൂടുമ്പോൾ കയറി അന്നങ്ങ് പൂശും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനായി കിടക്കും. നല്ല മഴയൊക്കെ പെയ്യുന്ന ആ സമയത്താണ് ഇത് ഉണ്ടാവുക. എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും, ഞാൻ ഇതിനു മുമ്പ് വേറൊരു കസ്റ്റമർ വീട്ടിൽ പോയപ്പോഴും ഇതന്നെ അവസ്ഥ കണ്ടു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ, ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ഇറ്റ്സ് മീ വിപിൻ, ബൈ. വീഗാൻ്റെ റാക്കോൾഡിൻ്റെ ഒക്കെ നമുക്ക് അവൈലബിൾ ആട്ടോ. അപ്പോൾ നമ്പർ ഒന്നുകൂടെ സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമ്പർ നോട്ട് ചെയ്തോ, 9400 943 884. SB ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ്, തൊടുപുഴ, ഇടുക്കി.